അപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു കൊള്ള സംഘമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത്തരത്തിലുള്ള അധാർമികമായ ഒരു പ്രൊഫഷണൽ എത്തിക്സ് പാലിക്കാത്ത ആളുകളുടെ ഒരു കൂട്ടം അടക്കം ഇന്ന് ഇടതുമുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകും. അപ്പൊ ഇതില് ഈ സംസ്ഥാന ഗവൺമെന്റിന് ഈ നാട്ടിലെ ജനങ്ങളോട് ഒരു ബാധ്യതയുണ്ടെങ്കിൽ, CPM ഒരു ബാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തോട് രാജിവെച്ച് ഒഴിയാൻ വേണ്ടി ആവശ്യപ്പെടണം. മനസ്സിലാക്കുന്നത് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശിക്ഷ വിധിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന് വരെ കാത്തു നിൽക്കാതെ ഒരു നിയമ സംവിധാനത്തിനകത്ത് നീതിപൂർവമായ വിചാരണ നടക്കേണ്ടിയിരുന്ന ഒരു കേസിൽ തൊണ്ടി മുതൽ മോഷ്ടിച്ചെടുത്ത് അത് ഒരു അടിവസ്ത്രം മോഷ്ടിച്ചെടുത്ത് അതിന്റെ അളവ് മാറ്റി കൊണ്ടുചെന്ന് വെച്ച വ്യക്തിയാണ് ശ്രീ ആന്റണി രാജു. ഈ ആന്റണി രാജു അദ്ദേഹം ഒരു ജൂനിയർ അഭിഭാഷകനായിരുന്ന കാലഘട്ടത്തിൽ ഈ തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ എത്രമാത്രം അട്ടിമറികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നത് കൂടി സൂചിപ്പിക്കുക.